4 ജീവനുകളെ ജീവിതത്തിലേക്ക് തിരികെ നടത്തി മരണത്തിലും മാതൃകയായി തിരുവനന്തപുരം വർക്കല സ്വദേശിയായ ഒരു അധ്യാപകൻ. പരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ ആർ രാജേഷാണ് നന്മയുടെ പാഠം സമൂഹത്തിന് മുൻപിൽ പകർന്നു നൽകിയത്. തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് ഫെബ്രുവരി 8-നാണ് രാജേഷിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 13-ന് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു. ഭാര്യ സംഗീത, മക്കൾ ഹരിശാന്ത്, ശിവശാന്ത് എന്നിവർ സമ്മതം നൽകിയതോടെയാണ് അവയവദാനത്തിന് വഴിയൊരുങ്ങിയത്. അച്ഛൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അച്ഛന് അങ്ങനെ ആഗ്രഹമുണ്ടെന്ന്. അങ്ങനെയാണ് നമ്മൾ ഇതുപോലെ ഡോക്ടറും പറഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ എല്ലാവർക്കും നന്മയൊക്കെ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഇതിൽ ഇങ്ങനെയൊരു നന്മയും കൂടെ ചെയ്തിട്ടങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു. 2 വൃക്കകളും നേത്രപഠനങ്ങളുമാണ് ദാനം ചെയ്തത്. ഒരു വൃക്ക തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിനും മറ്റൊന്ന് കിംസ് ആശുപത്രിക്കും നൽകി. നേത്രപഠനങ്ങൾ തിരുവനന്തപുരം റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒഫ്താൽമോളജിക്കാണ് നൽകിയത്. സർക്കാരിന്റെ അവയവദാന പദ്ധതിയായ കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലായിരുന്നു നടപടികൾ. ജീവിതകാലം അത്രയും നാടിന് നന്മ മാത്രം ചെയ്തിരുന്ന തന്റെ അച്ഛൻ മരണത്തിലൂടെയും പകർന്ന ഈ നല്ല സന്ദേശത്തിൽ അഭിമാനമാണെന്ന് മകൻ ഹരിശാന്ത് അമൃത വാർത്തകളോട് പറഞ്ഞു. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഭയങ്കര കുറവാണ് ഇങ്ങനെ ഓർഗൻ ഡൊണേഷൻ. ഗവൺമെൻറ് പോർട്ടൽ ത്രൂ അവരായിട്ട് അസൈൻ ചെയ്യുന്നതാണ് ഏതൊക്കെ ഓർഗൻസ് എവിടെയൊക്കെയാണ് പോകുന്നതെന്ന്. അതെല്ലാം മനസ്സിലാക്കി അതിൽ പ്രത്യേകിച്ച് ഇനി അവർ വേറെ ഒരു മാനിപ്പുലേഷനും നടക്കത്തില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. പ്രിയപ്പെട്ടവന്റെ വേർപാടിന്റെ വേദനയിലും അദ്ദേഹത്തിന്റെ അവയവങ്ങൾ മറ്റുള്ളവർക്കായി ദാനം ചെയ്യാൻ കാണിച്ച കുടുംബത്തിന്റെ ഉദാര മനസ്സിന് ആരോഗ്യമന്ത്രി വീണ ജോർജും നന്ദി അറിയിച്ചു. പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായിരുന്ന രാജേഷ് സാർ ജീവിതത്തിലുടനീളം വിദ്യാർത്ഥികൾക്കും സഹപ്രവർത്തകർക്കുമെല്ലാം ഒരു നല്ല മാതൃകയായിരുന്നു. ഒടുവിൽ അവയവദാനത്തിലൂടെ മരണത്തിലും ആ മാതൃക പിന്തുടർന്നിരിക്കുന്നു. പ്രതിവാളത്തുകൊണ്ടൊപ്പം സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കൊല്ലം.